ഫ്ലവർ ഷോ നടക്കാനിരിക്കെ ഒട്ടേറെ വിനോദസഞ്ചാരികൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം മലമ്പുഴയിൽ എത്തിച്ചേരുന്നു. മലമ്പുഴയിൽ വന്നിറങ്ങിയാൽ ആദ്യം കാണുന്നത് മാലിന്യങ്ങൾ നിറഞ്ഞ കൂമ്പാരമാണ്. പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞ ബസ് സ്റ്റാൻഡ് പരിസരമാണ് വിനോദസഞ്ചാരികൾ ആദ്യം കാണുന്നത്. ഇവിടെ നിന്നും വരുന്ന വാഹനങ്ങളിൽ വരുന്ന വിനോദസഞ്ചാരികൾ പിന്നെ കാണുന്നത് കലുങ്ക് പണി പൂർത്തിയാകാത്തതാണ്. പണി പൂർത്തിയാകാത്ത കലുങ്ക് പുതുവത്സരത്തും ഫ്ലവർ ഷോയും പ്രമാണിച്ച് എത്രയും വേഗം ശരിയാക്കണമെന്ന് മലമ്പുഴ പോലീസ് ബന്ധപ്പെട്ട അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അത് പുതുവത്സരത്തിൻ്റെ മുമ്പ് തന്നെ കൊടുത്തിട്ടും ഇതുവരെ നടപടിയായില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കലുങ്ക് നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നത്. പിന്നെ വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഭീതിപ്പെടുത്തുന്നത് റോഡരികിൽ നിൽക്കുന്ന ഉണക്ക മരങ്ങളാണ്. SP ലൈൻ, ആശ്രമം സ്കൂൾ പരിസരത്തൊക്കെ ഒട്ടേറെ മരങ്ങൾ ഇത്തരത്തിൽ പൂതൽ പിടിച്ച് ചെതലരിച്ച് ഉണങ്ങി അപകട ഭീഷണിയുമായി നിൽക്കുന്നുണ്ട്. നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പരാതി നൽകിയിട്ടും ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒപ്പം വിനോദസഞ്ചാരികളും ഏതെങ്കിലും മരത്തണത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ ഇത്തരം ഉണക്കമരങ്ങൾ പൊട്ടി വീണാൽ വന്ന വാഹനത്തിൻ്റെ മുകളിലോ ഇരുന്ന് കഴിക്കുന്ന വിനോദസഞ്ചാരികളുടെ തലയിൽ വീണാലോ അപകടം ഉറപ്പാണെന്ന് വിനോദസഞ്ചാരികളും നാട്ടുകാരും പറയുന്നു. എന്തേ അധികൃതർ ഇതൊന്നും കാണാത്തത്? കൊട്ടി ആഘോഷിച്ച് പുഷ്പമേള പ്രചരിപ്പിച്ച് പുഷ്പമേള കാണാൻ ഒത്തിരി ജനങ്ങൾ മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഓടിയെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ദുരിത കാഴ്ചകളാണ് മലമ്പുഴയ്ക്ക് കാണാനുള്ളത്. വിരുന്നുകാരെ സ്വീകരിക്കുന്ന ആതിഥേയർ ഇത്തരത്തിൽ പെരുമാറാനാവുമോ എന്ന് ഒരു വിനോദസഞ്ചാരി ചോദിച്ചു. ഇതാ മരം ഉണങ്ങി നിൽക്കുകയാണ്. ഇത് ആശ്രമം സ്കൂളിൻ്റെ പരിസരത്തുള്ള മരമാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ ഇവിടെ ഈ മരം വീണാൽ അപകടം ഉറപ്പല്ലേ? എന്തേ അധികൃതർ ഒന്നും മൗനം പാലിക്കുന്നത് എന്നാണ് വിനോദസഞ്ചാരികളും നാട്ടുകാരും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇത്തരത്തിൽ പോയാൽ വളരെ ഖേദകരമാണ് എന്നും നാട്ടുകാർ പറയുന്നു. ഇത് നമ്മുടെ ആതിഥ്യ മര്യാദയെ ലംഘിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഇവിടെ വരുന്ന അതിഥികളെ അപകടം കൂടാതെ എത്തിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ?